ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് ചോളപ്പൊടി എടുത്തിട്ടുണ്ട്. ചോളപ്പൊടി കൊണ്ട് ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ചോളപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നതാണ്. നല്ല സോഫ്റ്റായ ചോളപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ ചോളപ്പൊടി കൊണ്ട് ഉപ്പുമാവും അല്ലാതെ പുട്ടും ഒക്കെ പുഴുങ്ങാം. ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഉപ്പുമാവാണ്. അതിനുവേണ്ടി പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ചില്ലി ഫ്ലേക്സ്, സവാള. ചില്ലി ഫ്ലേക്സ് ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്കിതൊന്ന് ഉപ്പുമാവായിട്ട് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മളൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവുമ്പോൾ കടുകിട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടുന്ന സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം തിളച്ച് കഴിഞ്ഞ് നമുക്ക് ചോളപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഓപ്ഷനിലാണ്. തേങ്ങ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇന്നൊരു ടേസ്റ്റൊക്കെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ഇച്ചിരി ഫ്ലേവറിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി. പണ്ട് നമ്മൾ അംഗൻവാടിയിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുള്ളത്. ഇന്ന് കൊച്ചായിരുന്നപ്പോഴേ എല്ലാവരെയൊക്കെ കഴിച്ചിട്ടുള്ളതാ. ഇപ്പം ഇതിപ്പോൾ അംഗൻവാടി ഇതില്ലല്ലോ. ഇപ്പോൾ ചോളപ്പൊടി അതിന് വേണ്ടി അമൃതം പൊടിയൊക്കെ ഇല്ലേ. അന്നത്തെ ചോളത്തിനൊക്കെ എന്താ ടേസ്റ്റായിരുന്നു. ഇപ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ടാക്കാം. അങ്ങനെ നമ്മുടെ ചോളത്തിൻ്റെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നല്ല ചൂടോടെ ഇരിക്കുകയാണ്. പഴമയുടെ ഒരു രുചിക്കൂട്ടാണ്. പണ്ട് നമ്മൾ അംഗൻവാടി പഠിക്കുമ്പോഴേ കഴിച്ചിട്ടുള്ള അതേ രുചിയില്ല.
നമ്മൾ തയ്യാറാക്കിയിരുന്നത്. എല്ലാവർക്കും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. ചോളപ്പൊടി കടയിൽ കിട്ടും, കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച്. അംഗൻവാടിയിലൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇച്ചിരി മധുരമോ പഴമോ പപ്പടമൊക്കെ ഉപയോഗിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന്. അങ്ങനെ നമ്മുടെ ചോളം കൊണ്ടുള്ള അടിപൊളി ഉപ്പുമാവാണ്, നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി കഴിക്കുക. ഇത് ചോളപ്പൊടി കൊണ്ട് പുട്ടും പുഴുങ്ങാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വലിയ പാടൊന്നുമില്ല, കഴിക്കുക. ഇത് ചോളപ്പൊടി കൊണ്ട് പുട്ടും പുഴുങ്ങാം. എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാം. അങ്ങനെ ഇന്നത്തെ റെസിപ്പിയായ